ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് സിറം ആണ്. ബീട്രൂട്ട് വെച്ചിട്ട് നമുക്ക് ആർക്കും വീട്ടിൽ ഈ ഒരു സിറം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സിറം ഉപയോഗിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളും കൂടെ നമുക്ക് ആദ്യം പറയാം. നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാൻ, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാത്തരം കോംപ്ലക്ഷനും മാറിക്കിട്ടാൻ സഹായിക്കുന്നതാണ് ഈ ഒരു സിറം. മുഖത്തുള്ള കരിവാളിപ്പ് മാറിക്കിട്ടാനും ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ മാറിക്കിട്ടാനും നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനും, ചിലവർക്കൊക്കെ സ്കിന്ന് പെട്ടെന്ന് ഡള്ളായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഡൾനെസ് മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ടിരിക്കാനും പാടുകൾ മാറിക്കിട്ടാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതുകൂടാതെ നിറം വയ്ക്കാനും കൂടെ സഹായിക്കുന്ന ഒരു സിറമാണിത്. ബീട്രൂട്ടിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. പിന്നെ ഇതെല്ലാം കൂടാതെ നമ്മൾ നല്ല ചെറുപ്പമായിട്ടിരിക്കാൻ സഹായിക്കുന്നതാണ്. അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെച്ചപ്പെടുത്താനൊക്കെ സഹായിക്കുന്നതാണ്. ചുളിവുകൾ വരാതിരിക്കാനും ഇനി ചുളിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും ഒക്കെ ഈ ഒരു സിറം സഹായിക്കും. അപ്പോൾ ലേറ്റ് ആക്കാതെ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സിറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അത്ര തന്നെ എടുക്കുക. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുത്ത് കുറച്ച് റോസ് വാട്ടറും കൂടി ചേർത്ത് ഞാൻ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണിത്. ഞാനത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് എന്തോ സേവ് ആയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലാസ്റ്റ് പാർട്ട് മാത്രം കാണിക്കുന്നത്. ഇനി ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് ആവശ്യമായിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കിതൊന്ന് അരിച്ച് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയും ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ഒരുപാടുണ്ട്. സിറം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് മതി. പിന്നെ നമുക്കിത് മാക്സിമം ഫ്രിഡ്ജിൽ ഒരു 2 ആഴ്ച വരെയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും സിറത്തിൻ്റെ ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. കുറുക്കിയെടുക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഗുണം നഷ്ടപ്പെടുകയൊന്നുമില്ല. ഇതിൽ നമ്മൾ എക്സ്ട്രാ റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്തില്ലേ, അപ്പോൾ ആ ഒരു വെള്ളം കൂടെയാണ് ഇത് ഇത്രയും ജ്യൂസായിട്ട് കിട്ടിയത്. അപ്പോൾ നമുക്കതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അല്ല എങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ബീട്രൂട്ട് ജ്യൂസൊക്കെ അത്യാവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളതിൻ്റെ ഒരു പകുതി അളവിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി കൊടുക്കാം. കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ആ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെമ്പരത്തിയുടെ ജെല്ലാണ്. ഇതിൻ്റെ വീഡിയോ അപ്പോൾ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. എല്ലാവർക്കും എളുപ്പത്തിൽ ചെമ്പരത്തിയുടെ ജെല്ലൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അലോവേരയുടെ ജെല്ലോ അല്ലെങ്കിൽ വേറെ പപ്പായയുടെ ജെല്ലോ അങ്ങനെയുള്ള ഏത് ജെല്ലാണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചെമ്പരത്തിയുടെ ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സിറത്തിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 സ്പൂണോളം ചെമ്പരത്തിയുടെ ജെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വെള്ളം പോലെ കുറച്ചൊന്ന് ഒലിക്കുന്ന ആ ഒരു രീതിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 1 സ്പൂൺ ജെല്ല് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പിമ്പിൾസൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതായത് പുതിനയും ആര്യവേപ്പും ഒക്കെ പിമ്പിൾസൊക്കെ ഉള്ളവർക്ക് കുറച്ചും കൂടെ നല്ലതാണ്. അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സിറത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ടീ ട്രീയുടെ എസെൻഷ്യൽ ഓയിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സിറം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കൺസിസ്റ്റൻസിയാണ് കുറച്ചും കൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും തിക്നെസ് ആവശ്യമില്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റോസ് വാട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ബാക്കിയുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ
നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വരുന്നതിനൊക്കെ തടയുന്നതിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറം ആണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഒരിക്കലും ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്ത് നോക്കുക. പിന്നെ ഇത് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. പുറത്ത് വെച്ചാൽ പെട്ടെന്ന് ചീത്തയായി പോവും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. എല്ലാ ദിവസവും രാത്രിയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ബീട്രൂട്ട് സിറം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നല്ലൊരു റോസി ഗ്ലോ നമ്മുടെ സ്കിന്നിന് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ സിറം ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. സിറം വളരെ കുറച്ച് എടുത്താൽ മതി. അതുപോലെ തന്നെ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ കുറച്ച് മാത്രം സിറം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കയ്യിൽ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ കുറച്ചെടുത്ത് നിങ്ങളുടെ മുഖത്തും കഴുത്തിലുമൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിറം തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മസാജും കൂടി ചെയ്ത് കൊടുക്കുക. രാത്രി ഫുള്ളായിട്ട് വെച്ചിരിക്കുക. രാവിലെ ഉറങ്ങി എഴുന്നേറ്റിട്ട് കഴുകി കളയുക. ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് സിറം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബീട്രൂട്ട് സിറം ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്